സർ, നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഈ രീതിയിലാണ് പ്രതികരണങ്ങൾ ഉണ്ടാകാറ്. അത് സാധാരണ നിലയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച വികാരം എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരായി ഉറഞ്ഞു തുള്ളുന്ന പഴയ KSUക്കാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ആയി അധപ്പതിക്കുന്ന നിലയാണുണ്ടായത്. സർ, അതല്ല അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ SFIക്ക് അംഗീകാരം കിട്ടിയത് പുരുഷ വിദ്യാർത്ഥികളിൽ മാത്രമല്ല സർ. അവിടെ ആൺകുട്ടികളുടെ ഒരു സംഘടന മാത്രമായിട്ടല്ല SFI പ്രവർത്തിക്കുന്നത്. ആ SFIയിൽ അണിനിരന്നിട്ടുള്ളത് അനേകായിരങ്ങൾ പെൺകുട്ടികൾ തന്നെയാണ്. എന്തുകൊണ്ടാണത്? എങ്ങനെയാണ് SFI വളർന്നു വന്നത്? മറന്നുപോയോ? നിങ്ങൾ പലരും അതിൻ്റെ വഴിയിലൂടെ കടന്നു വന്നവരാണല്ലോ. നിങ്ങളായിരുന്നല്ലോ എല്ലാ മേധാവിത്വവും വഹിച്ചിരുന്നവർ. എല്ലാ രീതിയിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ക്യാമ്പസുകളിൽ അഴിച്ചുവിട്ടിരുന്നത്. ആ അക്രമങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്. അത് വേറെ, അതിൻ്റെ ഒരു ഭാഗമായി മാറുന്ന നിലയല്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഞാൻ സാധാരണ അതൊന്നും പറയാറില്ല, ഇപ്പോഴും കൂടുതൽ പറയാൻ പോകുന്നില്ല. പക്ഷേ അത് നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനു വേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഉപയോഗിക്കലാണ്. ആ പിന്നിൽ നിന്ന് ബഹളം വെക്കുന്നവർ ആ നിലയിലേക്ക് അധപ്പതിക്കാൻ പാടുണ്ടോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്? അതാണോ വേണ്ടത്? സർ, ഇവിടെ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് ലോ കോളേജിൽ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ഈ പറഞ്ഞതുപോലെ ഇന്നലെ 15/3/2022 സർ, അത് വൈകുന്നേരം 4 മണി മുതൽ 7:30 വരെ എന്ന നിലയിലാണ് നിശ്ചയിച്ചിരുന്നത്. ആ ഉദ്ഘാടന സമയമൊക്കെ കഴിഞ്ഞു. അത് ആ ഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഉദ്ഘാടനത്തിന് അനുവദിച്ച സമയം കഴിഞ്ഞും പിരിഞ്ഞു പോകാതെ അവിടെ കോളേജ് ക്യാമ്പസിൽ നിന്ന വിദ്യാർത്ഥികൾ തമ്മിലാണ് രാത്രി 8:30 സംഘർഷമുണ്ടായത്. സർ, അത് KSU SFI പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് എന്ന ഭാഗം ശരിയാണ്. സർ, ഇതിൽ ആ സംഘർഷത്തിൻ്റെ ഭാഗമായി പരിക്കേറ്റ വിദ്യാർത്ഥികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 16/3/22 പുലർച്ചെ, ഇന്ന് പുലർച്ചെ 1:13 മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ക്രൈം 271/22 കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ 2 വിദ്യാർത്ഥി സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ടാണ് പോലീസ് റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മൊഴി ശേഖരിച്ച് പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതാണ്. മേൽപ്പറഞ്ഞ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എതിർ സംഘടനയിലെ പ്രവർത്തകർക്കെതിരെ മറുവിഭാഗവും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിന്മേൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഗൗരവമായ നിയമ നടപടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ശ്രീ വി ജോയ്. സാറ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങൾ ഓട് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിലിരിക്കുന്നത്. പിൻനിരയിലിരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്കതേ നിലവാരം തന്നെയുള്ളൂ, എനിക്ക് കൂടുതൽ നിലവാരമൊന്നുമില്ല. അങ്ങ് എന്നെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി ചെയ്തത്. അരിഞ്ഞാടാനുള്ള ലൈസൻസ് അവർക്ക് എന്ത് വൃത്തികേടും ചെയ്യാനുള്ള ലൈസൻസ് ആണ്
അങ്ങയുടെ പ്രസ്താവനയിലൂടെ ഇന്ന് കൊടുത്തത് അഴിഞ്ഞാടാനുള്ള ലൈസൻസ്, കാണിക്കാനുള്ള ലൈസൻസ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ചെയ്തത്. സാർ, അതിവിടെ നടക്കില്ല. ഈ കേരളത്തിൽ അത് നടക്കില്ല. ഞങ്ങൾ ആ വിഷയം കൊണ്ടുവരും. ഞങ്ങളുടെ പെൺമക്കളെ ആക്രമിക്കപ്പെടുമ്പോൾ ആ വിഷയം ഞങ്ങൾ സഭയിൽ കൊണ്ടുവരും. ഞങ്ങൾ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കും. ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കും. അതിനെന്താണ് സാർ കുഴപ്പം? എന്താണ് കുഴപ്പം ഇതിന്? അങ്ങ് ഇത് വളരെ നിസാരമായി മുഖ്യമന്ത്രി സർ, ഇവിടെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അദ്ദേഹം പഴയ KSU നേതാവിൻ്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും തലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഇവിടെ കണ്ടത്. സർ, അവിടെ പിന്നിലിരിക്കുന്നവരെ ആകെ ആക്ഷേപിക്കാനല്ല ഞാൻ പുറപ്പെട്ടത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഗോഗോ വിളിക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ നിലയിലേക്ക് അധപ്പതിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിലയിലേക്ക് അധപ്പതിക്കല്ല വേണ്ടത്. അങ്ങനെ അധപ്പതിക്കുന്ന ഒരു സ്ഥാനമല്ല പ്രതിപക്ഷ നേതാവിൻ്റേത്. അത് അദ്ദേഹം ഓർമ്മിക്കണം. ആ കരുതൽ അദ്ദേഹത്തിന് ഇല്ലാതെ വന്നപ്പോഴാണ് എനിക്കത് പറയേണ്ടി വന്നത്. ശ്രീ വി ജോയ്, ഇവിടെ പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന കാര്യം ഞാനതിന് പറഞ്ഞു കഴിഞ്ഞു. ഈ കേരളത്തിലെ SFI എന്ന സംഘടന കരുത്താർജിച്ചിട്ടുള്ളത് പെൺകുട്ടികളുടെ കൂടി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലൂടെയാണ്. ആ തരത്തിൽ തന്നെയാണ് ശക്തിപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ശക്തിപ്പെട്ടതിൽ സ്വാഭാവികമായും KSUവിൻ്റെ പഴയകാല നേതാവെന്ന നിലക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ പഴയകാല നേതാവെന്ന നിലക്ക് SFIയെ ഇങ്ങനെയെല്ലാം അടിച്ചമർത്താൻ നോക്കിയിട്ടും ഇവരിങ്ങനെ പൊങ്ങി വരികയാണല്ലോ എന്നതിൽ സ്വാഭാവികമായുള്ള മനോവിഷമം അദ്ദേഹത്തിന് കാണും. ആ അരിശം അദ്ദേഹം ഈ രീതിയിൽ തീർക്കുകയാണ് ചെയ്തത്. ശ്രീ വി ജോയ്, ഇല്ല, ഇതിനെപ്പറ്റി ചർച്ചയില്ല. എനിക്ക് സംസാരിക്കണ്ടേ? ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചയില്ല. പറ്റില്ല, സംസാരിക്കണം. സാർ, സംസ്ഥാനത്ത് വേനൽ ആരംഭിച്ചത്. അല്ല, നിങ്ങൾ പോയിരിക്കൂ. നിങ്ങൾ പുറകോട്ട് പോയിരിക്കൂ. നിങ്ങൾ പുറകോട്ട്. പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാൻ നിങ്ങൾ സീറ്റിലിരിക്കൂ. സാർ, ഞാൻ പഴയ KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് വളർന്നു വന്ന ആൾ തന്നെയാണ്. സാർ, അതേ ആവേശവും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാനത് സമ്മതിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആരോപണം അതേ രീതിയിൽ തന്നെയാണ് എന്നുള്ളത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി പണ്ട് ഉത്തരവ് കൊടുത്തിരുന്ന പാർട്ടി സെക്രട്ടറിയുടെ തലത്തിലേക്ക് അങ്ങ് താഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഈ വിഷയം ലഘൂകരിച്ചതിലും ഈ വിഷയം വളരെ നിസ്സാര പ്രശ്നമാക്കി മാറ്റിയതിലും ഉചിതമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. ഞാൻ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ്. അതിനെയാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് അന്ന് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആഹ്വാനം കൊടുത്തയാളാണ് ഞാനെന്നാണ്. സർ, തീർത്തും വസ്തുതാവിരുദ്ധമാണ്. എന്നാൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഈ നാട്ടിലെ എൻ്റെ അന്നത്തെ കക്ഷിയിൽപ്പെട്ട, ഇന്നും ആ കക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് നേരെ വേട്ടയാടലുകളാണ് നടന്നത്. അതിനുവേണ്ടി ഗുണ്ടകളെ അഴിച്ചുവിട്ടു, അന്നത്തെ പോലീസിനെ ഉപയോഗിച്ചു, എല്ലാ തരത്തിലും ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അതിനെയെല്ലാം നേരിട്ടും അതിജീവിച്ചും തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഞങ്ങൾ ഒരു കാലത്തും പ്രകോപനപരമായ നിലപാടെടുത്തിട്ടില്ല, അക്രമത്തിന് കൂട്ടുനിന്നിട്ടില്ല, അക്രമത്തിന് വേണ്ടി ആഹ്വാനവും നൽകിയിട്ടില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒന്നാണ്. തകർന്നു പോകുന്നു, മറുഭാഗം ഉയർന്നുയർന്നു പോകുന്നു. അത് കാണുമ്പോൾ മാനസിക നില തെറ്റുന്നു എന്നതാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പ്രശ്നം. ശ്രീ വി ജോയ്, സർ, മറുപടി ഇഷ്ടമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.